ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനിനി എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു താ. എന്റെ റബ്ബേ, എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു താ. അവളെ എനിക്ക് അങ്ങനെ ഉപേക്ഷിച്ച് എഴുതി തള്ളിക്കളയാൻ പറ്റില്ല. നസീർ എന്റെ മകനൊക്കെയാ. പക്ഷെ അവന്റെ ഇപ്പോഴത്തെ പോക്കൽ എനിക്ക് പേടിയാ. അവന്റെ കയ്യിലേക്ക് നൂർജഹാനെ കൊടുത്താൽ എന്റെ നബീസാന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. അതുകൊണ്ട് ഈ കല്യാണം നമുക്കിപ്പൊ നടത്തണ്ട ഇക്ക. എനിക്ക് പേടിയാ എന്റെ മോനെ. ഈ കല്യാണം വേണ്ട ഇക്ക. വേണം. മക്കള് വഴിപിഴച്ചു പോയിട്ടല്ല തള്ളമാർ അവരെ കുറിച്ച് ചിന്തിക്കേണ്ടത്. വഴിപിഴച്ച് പോകുന്നതിന് മുമ്പാ. അവന്റെ കൂട്ട് അവനെ അല്പം വഷളാക്കി, അതെനിക്കും അറിയാവുന്നതാ. പക്ഷേ എന്ന് വെച്ച് നമുക്ക് നമ്മുടെ മകനെ കളയാൻ പറ്റുമോ? ഇല്ല. അവനെ ഗുണദോഷിച്ച് നന്നാക്കി എടുക്കണം. അതിനുള്ള ഏക മരുന്നാണ് നൂർജഹാൻ. അപ്പൊ ഇതൊരു പരീക്ഷണ കല്യാണമാണോ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട എത്രയോ ചെറുപ്പക്കാർക്ക് കല്യാണം ഒരു തിരിച്ചുവരവിനുള്ള വഴിയൊരുക്കിയിട്ടുണ്ട്. അത് പിന്നെ അത്ര ഭീകരമായിട്ടൊന്നും നമ്മുടെ മകൻ നമ്മുടെ കൈവിട്ടു പോയിട്ടില്ലല്ലോ. ഇല്ലേ? കൈവിട്ടു പോയിട്ടില്ലേ? എന്റെ ഇങ്ങനെ കിടക്കാൻ കാരണം ആരാണെന്നറിയോ? സുബൈദേ, നീ ഇപ്പൊ സംസാരിക്കേണ്ടത് നിന്റെ മകന്റെ ഭാഗത്തു നിന്നാ. ചെറുപ്പം മുതലേ അവൻ ചെയ്ത തെറ്റുകൾ ന്യായീകരിച്ച് നീ അവന് വെച്ചുകൊടുത്ത സ്വാതന്ത്ര്യം അത് അവൻ വളർന്നപ്പോ ദുരുപയോഗം ചെയ്തു. അപ്പോ അവൻ കാണിച്ചിരിക്കുന്ന കൊള്ളരുതായ്മകൾക്ക് നീ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുറ്റക്കാരിയാണ്. എനിക്ക് അന്യദേശത്ത് കിടന്ന് നിങ്ങൾക്ക് ജീവിക്കാനുള്ള വകയുണ്ടാക്കി തരാനേ പറ്റുള്ളൂ. വീട്ടിൽ നിന്ന് കുട്ടികളുടെ വളർച്ച നോക്കേണ്ടതും അവരെ നേർവഴിക്ക് നടത്തേണ്ടതും നിന്റെ ഉത്തരവാദിത്തമായിരുന്നു. അതിൽ നിനക്ക് പറ്റിയ പാളിച്ചയാണ് ഒരു തെറ്റായി നമ്മുടെ മുന്നിൽ നമ്മുടെ മകൻ വന്ന് നിൽക്കേണ്ടി വന്നത്. അപ്പോ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റിയെടുക്കാൻ നിനക്കും ബാധ്യതയുണ്ട്. ഇവിടെ നീ നിന്റെ ഇക്കാന്റെ മോളെ അല്ല നോക്കേണ്ടത്, നമ്മുടെ മോനെയാണ്. എന്നുവെച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതം എല്ലാം അറിഞ്ഞുകൊണ്ട് ഇല്ലാണ്ടാക്കണോ? അവൻ നന്നാവും. അവന്റെ കൂട്ടുകെട്ടുകളൊക്കെ മാറും. നൂർജഹാൻ അവന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവന് നഷ്ടപ്പെട്ട ജീവിതം അവന് തിരിച്ചു കിട്ടും. ഇല്ല, എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിന് കൂട്ടു നിൽക്കാനാവില്ല. പക്ഷേ എനിക്കെന്റെ മകന്റെ കൂടെ നിന്നേ പറ്റൂ. ഈ കല്യാണം ഞാൻ നടത്തും, അതിനൊരു മാറ്റവുമില്ല. ഞാനിനി എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു താ. എന്റെ റബ്ബേ, എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു താ. ആ മറ്റു കുട്ടികൾ കൂടെ ഉള്ളപ്പോ പിന്നെ എങ്ങനെയാ? നമുക്ക് വെയിറ്റ് ചെയ്യാം. നമസ്കാരം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിനെ ഞാൻ ആദ്യമായി ഈ ഓട്ടോറിക്ഷ കുടുംബത്തിന്റെ ഈ എളിയ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇത് ഞങ്ങളുടെ അഭിമാന നിമിഷമാണ്. ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട് ഞങ്ങൾക്ക് നേടിത്തന്ന വലിയ വിജയം. അതിന് സാക്ഷിയാവാൻ ജില്ലാ കളക്ടർ കൂടി വന്നപ്പോൾ സന്തോഷത്തോടൊപ്പം ഞങ്ങൾക്ക് ഇതൊരു അഭിമാന നിമിഷം കൂടിയാകുന്നു. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കാനും അവർക്ക് സമ്മാനം നൽകാനുമായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിനെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചു കൊടുക്കും. പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശരണ്യയെ ആദരവ് ഏറ്റുവാങ്ങാനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്തേ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. അടുത്തതായി ഹരിത MS. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാഡം. ഇനി ഈ കോളനിയിൽ നിന്നും ആദ്യമായി എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ ശ്രീമോളെ ആദരിക്കുന്ന ചടങ്ങാണ്. ഇത്രയും ദുരിത ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും ഇത്രയും വലിയ ഒരു നേട്ടം നേടിയ ശ്രീമോളെ ആദരിക്കുമ്പോൾ ശ്രീമോൾക്കൊപ്പം മറ്റൊരാളെ കൂടി നമുക്ക് നിർബന്ധമായും വേദിയിലേക്ക് ക്ഷണിക്കേണ്ടി വരും. അത് മറ്റാരുമല്ല, ഇവിടെ ശ്രീമോൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകി ഒരു സുഹൃത്തിനെ പോലെ കൂടെ നിന്ന ശ്രീമോളുടെ അച്ഛൻ ശ്രീധരൻ, ഞങ്ങളുടെ എല്ലാം ശ്രീധരേട്ടൻ. അദ്ദേഹത്തെ കൂടി ഞങ്ങൾ ഈ വേദിയിലേക്ക് ആദരവ് സ്വീകരിക്കാനായി ക്ഷണിക്കുകയാണ്.